ഇതാ ഗുളിക കഴിച്ചില്ല. എന്നാ പിന്നെ മോള് ചെല്ല്, ഞാൻ ഈ ഗുളിക ഒന്ന് കഴിക്കട്ടെ. ശരി അമ്മേ. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ സത്യമേ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ പ്രീതിയുടെ മേലെ എപ്പോഴും ഒരു നോട്ടം ഉണ്ടായിരിക്കണമെന്ന്. ഇപ്പോഴെന്തു പറ്റി? അവളോടൊപ്പം സ്കൂളിൽ പഠിച്ച ആളാണെന്നും പറഞ്ഞ് ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു, ഏതൊരു മുംതാസ്. സംസാരത്തിലൊന്നും ഒരു കുഴപ്പം തോന്നിയില്ല, പക്ഷേ ആ ശബ്ദം, അത് ഞാൻ മുൻപ് എവിടെയോ കേട്ട് മനസ്സിൽ കൊത്തിവെച്ചതുപോലത്തെ ഒരു ശബ്ദമാ. എവിടെയോ എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ. അർജുനേട്ടൻ പറഞ്ഞത് ശരിയാ. നല്ല ഒന്നാം തരം കടഞ്ഞെടുത്ത ഫസ്റ്റ് ക്ലാസ് ക്രിമിനൽ ബുദ്ധിക്കാരിയാ ഏട്ടന്റെ അമ്മായിയമ്മ സത്യഭാമ. അവരൊരു വിഷമശാലിനി. അതുകൊണ്ട് തന്നെ എന്റെ പ്രീതി എന്ന് കാണാന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അർജുനേട്ടൻ സമാധാനിക്ക്. പ്രണയം സത്യമാണെങ്കിൽ അതിന് ദൈവങ്ങള് കാവലുണ്ടാവുന്നല്ലേ പറച്ചില്. നമുക്ക് നോക്കാന്ന്, എല്ലാം ശരിയാവും. പ്രീതി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഏട്ടാ. അതെ, കണ്ണടച്ചിട്ട് ആ വാം തുറന്നേ, കാണട്ടെ. എന്താ ഇത്? കപ്പലിന്റെ മിഠായിയോ? ചെറുതായിരുന്നപ്പോ നീ ഇതിനു വേണ്ടിട്ടാ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ പറയും മിഠായി അധികം കഴിക്കണ്ട, പല്ല് ചീത്തയായി പോകുന്നു. എന്നാലും ഏട്ടന്റെ വക ഒരു കപ്പലണ്ടി മിഠായി എന്നും എന്റെ അനിയത്തി കുട്ടിക്ക് തരുമായിരുന്നില്ലേ? ശരിയാ, പക്ഷെ ഇന്ന് ഞാൻ ആ ഇഷ്ടങ്ങളൊക്കെ മറന്നുപോയി ഏട്ടാ. ഇന്നിപ്പോഴൊരു വരണ്ട ജീവിത. അറിയാം മോളെ, പക്ഷെ പഴയ ഇഷ്ടങ്ങളൊക്കെ ഓർത്തെടുക്കാനും സാധിക്കാനുള്ള ദിവസമല്ലേ ഇന്ന്. മോള് പറ, ഇന്ന് എന്തൊക്കെയാണ് എന്റെ അനിയത്തി കുട്ടിയുടെ പ്രോഗ്രാം? എന്ത് പ്രോഗ്രാം? സന്ധ്യക്ക് അമ്പലത്തിൽ പോയെന്ന് തൊഴണം. ഒപ്പം പേരും നാളും പറഞ്ഞ് ഒരു പൂജയും അർച്ചനയും, അത്ര തന്നെ. ഇനി അതൊക്കെ പതിവുള്ളതല്ലേ. ഇവിടെ എന്തെങ്കിലും ഒരു ചേഞ്ചിന് ഇന്നെങ്കിലും അതൊന്ന് മാറ്റിപ്പിടിക്കേ. വീട് വിട്ട അമ്പലം, അമ്പലം വിട്ട വീട്. കൊറേ കാലമായിട്ട് നിന്റെ രീതി എന്നെ എങ്ങനെയാ? ദേ, ഇന്നിപ്പോ എന്റെ മോൾക്ക് പോവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് പറ. ഏട്ടൻ കൊണ്ടുപോവാ നിന്നെ അവിടെ. അതൊന്നും വേണ്ട ഏട്ടാ. എനിക്ക് പോവാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് എന്നെ കൊണ്ടുപോകാനാവില്ല ഏട്ടന്. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? എന്നാ അതൊന്ന് കാണണമല്ലോ. മോള് സ്ഥലം ഏതാണെന്ന് പറ. ഈ ഭൂമിയിലെ ഏത് സ്ഥലമാണെങ്കിലും ഈ ഏട്ടൻ കൊണ്ടേയിരിക്കും. എടി, സത്യഭാമയുടെ മകൻ വിഷ്ണുവിന്റെ വാക്കാണിത്. വിഷ്ണുവിന് വാക്കൊന്നേ ഉള്ളൂ. അപ്പൊ സ്ഥലം ഏതാണെന്ന് നീ പറ. സ്ഥലം കൃത്യമായി ഏതാണെന്ന് അറിയില്ല. എനിക്കിഷ്ടമുള്ളതും പോകാൻ ആഗ്രഹിക്കുന്നതും അർജുനേട്ടന്റെ അടുത്താ. നാളെ കാണാം. അപ്പൊ അമ്മയോട് എന്തു പറയാ ഏട്ടൻ? അമ്മയോട് തൽക്കാലം ഒരു കള്ളം പറയണം. അമ്മയോട് ഏട്ടൻ കള്ളം പറയാനോ? ഒരു നല്ല കാര്യത്തിനല്ലേ മോളെ. പരസ്പരം ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിന്റെ നൊമ്പരം ഇപ്പൊ എനിക്ക് മനസ്സിലാവും. നീ പറ, അർജുൻ ഇപ്പൊ എവിടെയുണ്ട്? അല്ല, എവിടെ ഇപ്പൊ നമുക്ക് അയാളെ കാണാൻ പോണ്ടത്?
പറഞ്ഞില്ലേ, കൃത്യമായിട്ട് അറിയില്ല. എന്നാലും അർജുനേട്ടൻ കോടതിയിൽ ഉണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നത്. കുറച്ചു മുൻപ് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു. ഓ, അപ്പൊ അതൊക്കെ മുറക്കി നടക്കുന്നുണ്ടല്ലേ? ഇടുക്കി. വാ, നമുക്കേ പതുക്കെ അങ്ങ് മുങ്ങിക്കളയാം. വാ. ആ, അല്ല, സക്കറിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചു. അവൻ ഫ്രോഡ് കാണിച്ചത് സത്യമാ. മനസ്സിലായി. നേർക്ക് നേരെ നിന്ന് വെട്ടുന്ന ശത്രുവിനോട് സത്യഭാമ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ പിന്നിൽ നിന്ന് കുത്തുന്ന ഇവനെ പോലുള്ളവരോട് ഒരിക്കലും പൊറുക്കാൻ പാടില്ല നമ്മള്. അവനെ ഉടനെ പൊക്കിയേ പറ്റൂ. കണക്കുകൾ ഒന്നുകൂടെ പരിശോധിച്ചപ്പോഴാ കൃത്രിമം പിടികിട്ടിയത്. 1-2 രൂപയല്ല, ലക്ഷങ്ങളാ വെട്ടിച്ചിരിക്കുന്നത്. അവനെപ്പോലൊരു ഏജന്റ് നമുക്കിന് വേണ്ട സത്യാമി. കറക്റ്റ്. അവനുമായി ഒരിടപാടും വേണ്ടെന്ന് മാത്രമല്ല, കേസും ഫയൽ ചെയ്യണം. സത്യഭാമയെ വഞ്ചിച്ചിട്ട് കിടന്നുറങ്ങാൻ പാടില്ല. സമാധാനത്തോടെ. അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. മനസ്സിലായി. വേണ്ടത് ചെയ്തോളാം. അല്ല, ബർത്ത്ഡേ ആയിട്ട് എങ്ങോട്ടാ നീ പോന്നേ? അതമ്മ ഷോപ്പിങ്ങിനെ. ഷോപ്പിങ്ങിനോ? ആർക്ക്? നിനക്കോ അതോ ഇവൾക്കോ? അത് ഇവൾക്ക് വേണ്ടിട്ട്. ഇന്നലെ ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോ നിന്നോട് ചോദിച്ചല്ലേ കൂടെ വരുന്നുണ്ടോന്ന്. ഒന്നും വേണ്ടെന്നല്ല നീ പറഞ്ഞത്. എനിക്കൊന്നും വേണ്ടിയിട്ടല്ലമ്മേ, വിഷ്ണുവിന് ഒരേ നിർബന്ധം, എനിക്കെന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിത്തരണോന്ന്. അത് നിനക്ക് തനിച്ചു പോയി വാങ്ങിച്ചാ പോരേടാ. അതമ്മ ഇവൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാന്ന് കരുതിട്ടമ്മ. ഞങ്ങള് ഷോപ്പിങ്ങിന് പോകുമ്പോ 10 മിനിറ്റ് ലേറ്റ് ആയ ക്യാഷ് കൗണ്ടറിന്റെ അവിടെ ഇരുന്ന് വെരുകിനെ പോലെ പരാക്രമം കാണിക്കുന്നവനാ നീ. ഇപ്പതാ അനിയത്തിയും കൊണ്ടിറങ്ങുന്നു. നിനക്ക് ഇത്രയൊക്കെ ക്ഷമയുണ്ടായതിൽ വളരെ സന്തോഷം. ഇനി നിന്ന് അനിയത്തിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ താമസിക്കണ്ട. പോയിട്ട് വരാൻ നോക്ക്. ആ, പോയിട്ട് വരാം. ആ വിഷ്ണു, ഒരു നിമിഷം. ഒരു ഗോപാലകൃഷ്ണന്റെ പേരിൽ നമ്മളൊരു ജോലി ഏറ്റെടുത്തിരുന്നില്ലേ? ആ കുടുംബശ്രീ വീടും ഹോട്ടലും ഒഴിപ്പിക്കാൻ. അതങ്ങ് വിട്ടുകളഞ്ഞു നീ. അതിന്റെ നീക്കമൊന്നും കണ്ടില്ല. ഏയ്, അത് വിട്ടുകളഞ്ഞിട്ടൊന്നുമില്ലമ്മ. അത് പിന്നെ എന്താന്ന് വെച്ചാ. പിന്നെ അതമ്മ അവിടെ കുറെ പെണ്ണുങ്ങള് മാത്രമാണേ താമസം. അതുകൊണ്ട് അന്നേ ഗോപാലൻ പറഞ്ഞിരുന്നാണല്ലോ കുറെ ഗുണ്ടാ പെണ്ണുങ്ങൾ ആ സ്ഥലം കയ്യേറിയതെന്ന്. ആഹാ, പക്ഷെ അമ്മ ആ കാര്യത്തിലൊരു സംശയമുണ്ട്. ഇന്നു വരെയില്ലാത്ത എന്ത് സംശയം മോൻ ഇപ്പൊ ഉണ്ടായേക്കുന്നത്? അത് ആ ഗോപാലൻ പറഞ്ഞത് സത്യാണോ എന്നുള്ളൊരു. അത് നീ എങ്ങനെ ഉറപ്പിക്കും? അതമ്മ ആ സ്ഥലത്തിന്റെ ആധാരത്തിലുണ്ടാവുമല്ലോ അവകാശിയുടെ പേര്. അതിൽ നോക്കിയാ മതി. അതാര് കണ്ടുപിടിക്കും? അത് കമലൻ ഏറ്റിട്ടുണ്ട്. അവനത് തപ്പിയെടുത്തോണ്ട് വന്നോളൂ. എന്നാ ചെല്ല്, സമയം വൈകിക്കണ്ട. ഓ, അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എന്ത് സംശയം? നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാണെന്ന്. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? പതിവില്ലാത്തൊരു മുള്ളും മുനയും ഉണ്ടായിരുന്നു അമ്മയുടെ സംസാരത്തിന്. ആണോ? ഞാനത് ശ്രദ്ധിച്ചില്ല. ഏതായാലും എനിക്കൊരു വിഷമമുണ്ട് വിഷ്ണുവേട്ടാ. എന്ത് വിഷമം? ഞാൻ കാരണം അമ്മയും വിഷ്ണുവേട്ടനായിട്ടുള്ള ബന്ധത്തിന് ഒരു വിള്ളല് വീഴുമെന്ന്. എന്താ മോളെ ഇത്? അതൊക്കെ നിന്റെ തോന്നലാ കേട്ടാ. നീ വന്നേ, വാ കയറി പോവാ. വാ. പിള്ളേ, പറയണം സത്യാമ്മ.
നമുക്ക് കോടതി വരെ ഒന്ന് പോണല്ലോ. അല്ല, അപ്പൊ ഇന്ന് വില്ലേജ് ഓഫീസിൽ പോണമെന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നത്? പറയുന്നത് കേട്ടാ മതി. ഓ, ഇന്നു പോകേണ്ടത് കോടതിയിലേക്കാ. ഒരു കേസ് തീർപ്പാക്കാനുണ്ട് നമുക്കവിടെ. ശാലിനി, എത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? ഇയാള് പൊയ്ക്കോ. എങ്ങനെയെങ്കിലും ഇവിടെ എത്താന്നല്ലേ പ്രീതി പറഞ്ഞത്. ആ സത്യഭാമ വിട്ടു കാണില്ല ശാലിനി. ഇന്നത്തെ ദിവസം അവര് പ്രത്യേകം ശ്രദ്ധിക്കും. കൂടിലെ ബുദ്ധിയുടെ ഒരു കൂടാര അവര്. ഇനി അഥവാ എന്തെങ്കിലും കള്ളം പറഞ്ഞു വന്നാ തന്നെ സത്യഭാമയുടെ CCTV കണ്ണുകൾ പിന്നാലെ ഉണ്ടാവും. ശാലിനി പൊയ്ക്കോ. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഞാൻ സ്കൂട്ടറിലാ വന്നത്. ആ, ഓക്കെ. ബൈ അർജുനേട്ടാ. കാണാം, പോട്ടെ. ശരി. നീ ഒന്ന് വിളിച്ചു നോക്ക്. അർജുനേട്ടാ, ദേ പ്രീതിയുടെ ഫോൺ. ഹലോ പ്രീതി. അർജുനേട്ടാ, നീ ഇവിടെ എത്തിയോ? ഞാൻ കോടതിയുടെ മുമ്പിലുണ്ട് അർജുനേട്ടാ. എവിടെ? ഒന്നാമത്തെ പോർട്ടിക്കോയുടെ മുന്നിൽ. ആണോ? ഞാനിപ്പോ എത്താം. എന്തു പറഞ്ഞു? ഇപ്പൊ വരാന്ന് പറഞ്ഞു. ആളെ എത്തിയല്ലേ? മുമ്പിലുണ്ട്. എന്നാലേ ചെല്ല്. താനും വാ. ഞാനെന്തിനാ? ബർത്ത്ഡേ വിഷ് ചെയ്യുന്നില്ലേ? എന്നിട്ട് വേണം രണ്ടാളുടെയും പ്രാക്ക് വാങ്ങിച്ചു കൂട്ടാൻ. അതെ, ഇങ്ങനെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന നിമിഷങ്ങൾക്ക് പൊന്നും വിലയാ. എന്നെ വെറുതെ കട്ടുറുമ്പേന്ന് വിളിപ്പിക്കല്ലേ അർജുനേട്ടാ. ഒന്ന് പോടെ. ശരി ശരി, ഞാൻ വിട്ടേക്കും അർജുനേട്ടാ. പിന്നെ കാണാം. ശരി, എന്നാ ഓക്കെ. ആ, എന്നാ പോയിട്ടോ. ശരി. പ്രീതി. അർജുനേട്ടാ, നീ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, വിഷ്ണുവേട്ടനെ കൊണ്ടുവിട്ടത്. നമുക്ക് കാറിലിരുന്ന് സംസാരിച്ചാലോ? Once again, happy birthday, my dear wife. താങ്ക്സ് അർജുനേട്ടാ. എന്തെങ്കിലും ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വേണ്ട അർജുനേട്ടാ, അന്നത്തെ ഗിഫ്റ്റിന്റെ കാര്യം ഓർമ്മയില്ലേ? അമ്മ ഇത് വലിച്ചെറിഞ്ഞു. ഇനിയും അർജുനേട്ടൻ തരുന്ന ഗിഫ്റ്റ് അമ്മ കണ്ടുപിടിച്ചാ അങ്ങനെ അപമാനിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അർജുനേട്ടാ. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് തന്നാലോ?
ഈ നിമിഷം എനിക്ക് മരിച്ചാലും സങ്കടമില്ല അർജുനേട്ടാ. ആശാനെ, ആശാനെ, വാടാ. എന്നാലും ഇതിത്തിരി കടന്ന കൈയായി പോയി ആശാനെ. ഞാൻ എവിടെയെല്ലാം തപ്പിന്നറിയാമോ? ഷോപ്പിങ്ങിനാണെന്നും പറഞ്ഞ ആശാൻ പ്രീതി മോളെയും കൊണ്ട് ഇങ്ങോട്ടാ വന്നെന്ന് പിന്നീടാ എനിക്ക് മനസ്സിലായത്. അർജുനളിനെ കാണാനാ വന്നതെന്ന് അറിഞ്ഞാൽ സത്യാമ്മ എന്താ ചെയ്യുകയെന്നറിയാമോ ആശാനെ? കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടടാ. എടാ, രണ്ട് ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്നതിനേക്കാൾ സുഖവും സന്തോഷവും ഈ ലോകത്ത് മറ്റെന്ത് ചെയ്താലും കിട്ടില്ലെന്നാ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആശാൻ ആ പറഞ്ഞ തന്നെ കറക്റ്റ്. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ ഒരുമിക്കട്ടെ ആശാനെ. ഇന്ന് വരെ ലോകത്ത് ഒരു ശക്തിക്കും അതിനെ തടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി തടുക്കാൻ കഴിയില്ലെന്ന എന്റെ ഒരു വിചാരം. കൊടുകായി. ആശാൻ എന്താ ഇനി ആലോചിക്കുന്നത്? കണ്ടിട്ട് ഈ ലോകത്തൊന്നും അല്ലല്ലോ. അതേടാ, നീ കണ്ടില്ലേ ഇവിടെ എത്ര നല്ല മനോഹരമായ അന്തരീക്ഷമാണെന്ന്. ചുറ്റും തഴുകി വരുന്ന കാറ്റ്, ഭൂമി മുഴുവൻ പ്രണയത്തിൽ മുങ്ങി നിൽക്കുന്നത് പോലെ. എന്റെ ശിവനെ, കവിതയാണല്ലോ. പ്രേമം തലയ്ക്ക് പിടിച്ച ഇതാണ് കുഴപ്പം. ഇപ്പൊ അവളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ സൂപ്പറായനെ. അതിനാണ് വിഷമം. വണ്ടിയുടെ ആശാനെ നേരെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് വിടാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക്. കൈയോടെ കാണാമല്ലോ നമുക്ക്. അതിനൊരു രസമില്ലടാ. ദേ, ഇതാണ് നമ്മുടെ സീൻ. മനോഹരമായ ലൊക്കേഷനിൽ നായകനും കൂട്ടുകാരനും കാത്തിരിക്കുന്നു. ഇവിടേക്ക് വേണം നമ്മുടെ ഹീറോയും കടന്നു വരാൻ. ആശാനെ, ഇത് ബെസ്റ്റ് ചാൻസ് ഐ ലവ് യു പറയാൻ. കഴിഞ്ഞ തവണ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാടാ. എന്തോന്ന് ഐ ലവ് യു? അല്ലല്ല, അവളെന്നോട് താങ്ക്സ് എന്ന് പറഞ്ഞു. ഈ ആശാൻ ഇത് എന്തോന്ന്? താങ്ക്സ് എവിടെ, ഐ ലവ് യു എവിടെ? താങ്ക്സും ഐ ലവ് യും തമ്മിൽ വലിയ ദൂരമൊന്നും ഇല്ലടാ. അതേ വരുന്നുണ്ടാണ്. അവള് വരുന്നുണ്ട്. ആശാനെ, പറ ആശാനെ.